ചെറിയ RSSനെ നിരോധിക്കണമെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറയുന്നത്. അദ്ദേഹം പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ മകൻ കർണാടകയിലെ മന്ത്രി പ്രിയങ്ക് ഖാർഗെ അദ്ദേഹമാണിത് പറഞ്ഞത്. ഈ അടുത്ത കാലത്ത് RSSുമായുള്ള ഒരു പ്രശ്നങ്ങളും നമ്മൾ അല്ലെങ്കിൽ RSS പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സംഘടന അല്ല. അവര് ഈ അടുത്ത കാലത്ത് അവരെ കുറിച്ച് ഒരു രീതിയിലുമുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കാനില്ല. പിന്നെ നമ്മൾ ആ കൂടെ കേൾക്കുന്നത് ഈ ജൻസി കലാപം ഉണ്ടാക്കാൻ പല രാജ്യങ്ങളിലും പല ശ്രമങ്ങൾ നടത്തി, അതൊക്കെ പലയിടത്തും വിജയിച്ചു. പക്ഷെ ഇന്ത്യയിൽ അത് നടത്താൻ വന്നപ്പോൾ ഇന്ത്യ അത് മുളയിലേ നുള്ളി. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് RSS ആണ്. ഈ മുളയിലേ നുള്ളി ഇത് ഇവിടെ നടപ്പാക്കില്ല, ഇവിടുത്തെ ഭരണം അങ്ങനെ അട്ടിമറിക്കാൻ ഡീപ് സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ വല്ല സുഡാപ്പികളുടെ ഒക്കെ കയ്യിൽ നിന്ന് പണവും വാങ്ങിക്കൊണ്ട് ഇവിടെ അത് ഇറക്കണ്ട എന്നുള്ളത് കൃത്യമായ മുന്നറിയിപ്പ് RSS കൊടുത്തു. ഇത് നടക്കാത്തത് കൊണ്ടാണോ ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെക്ക് RSSനെ നിരോധിക്കാൻ, ഇന്ത്യയിൽ ഒരു കലാപം ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ടാണോ ഇദ്ദേഹം ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്? അതിനെ ഈ കലാപത്തിന്റെ വക്താക്കളെ 50 കൊല്ലം പുറകോട്ട് ചികഞ്ഞ് പരിശോധിച്ച് പുറത്തെടുക്കുമെന്ന് കഴിഞ്ഞ ഒരു മാസത്തിനു മുമ്പ് അമിത് ഷാ ഒരു കാര്യം പറഞ്ഞ ഓർമ്മയുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വളരെ ദീർഘമായിട്ട് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്. ദീർഘമായിട്ട് പരിശോധിക്കുമ്പം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട്. ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ഈ സുഡാപ്പികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജ്യവിരുദ്ധ ശക്തികൾ, അതിനകത്ത് ഈ സുഡാപ്പികളാണ് ഏറ്റവും ആദ്യം വരുന്നത് ഉള്ളതിനകത്ത്. കാശ്മീർ, അത് കഴിഞ്ഞിട്ട് കേട്ടാ ഞെട്ടരുത്, ഒന്ന് ആസാം ഉണ്ടായിരുന്നു. അതിനകത്ത് 2ാം സ്ഥാനത്ത് വരുന്നത് ഒരുപക്ഷെ കേരളം തന്നെയായിരുന്നു. കാരണം ഇവരുടെ ഒരു ഗ്രൂപ്പിൻ്റെ ഇൻവോൾവ്മെൻറ്റും വർക്കും നടക്കുന്നു. 3ാം സ്ഥാനം കർണാടകം വരുന്നുണ്ട്, ആസാം വരുന്നുണ്ട്, ഇങ്ങനെ ചില സംസ്ഥാനങ്ങളുണ്ട്. അതിനകത്ത് കാശ്മീരിൽ ഈ പറയുന്നത് പോലെ 1ാം സ്ഥാനത്ത് നിൽക്കുമ്പോഴും അവിടെ ഒരു പരിധി വരെ നമ്മളത് നിയന്ത്രിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ കർണാടകത്തിലും കേരളത്തിലും ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ പുറമേ ഒന്നും കാണുന്നില്ല. നമ്മൾ ഈ വെഞ്ചതിൽ പോലെ, വെഞ്ചതിലിനെ അറിയാവോ? ചെതൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ തടിക്കകത്ത് വെഞ്ചൽ, ഈ തടി മൊത്തം തിന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ തടിയെ തട്ടുമ്പോഴേ അറിയത്തുള്ളൂ ഇതിനകത്ത് ചെതലുണ്ടെന്ന്. അതുവരെ ആ ഷേപ്പിലിരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ മൊത്തം ഒരു ഗൂഢാലോചന നടക്കുന്ന സ്ഥലം. അതുപോലെ തന്നെ ഗൂഢാലോചനയും എന്നാൽ ഒരു 50% കാര്യങ്ങൾ ഓപ്പറേഷൻ നടക്കുന്നതാണ് കർണാടക. ഇതിനകത്തെ കുറേ വക്താക്കൾ തന്നെയാണ് ഈ പറയുന്നത് പോലെ DK ശിവകുമാറും. DK ശിവകുമാർ 2 റോളും കളിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് BJP കളിക്കുന്നുണ്ട്. പക്ഷേ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഖാർഗെയുടെ മകൻ ഉണ്ടല്ലോ, പ്രിയങ്ക് ഖാർഗെ, ഈ പ്രിയങ്ക് ഖാർഗെ എന്ന് പറയുന്ന ആൾ കൃത്യം സുഡാപ്പ് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നമ്മൾ ഈ SDPIയുടെയും അല്ലെങ്കിൽ അത്തരത്തിൽ PFI ഉണ്ടല്ലോ, PFIയുടെ ഒക്കെ കൃത്യമായ ആളാണ്. അതിൻ്റെ പുറകെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാമല്ലോ, ഈ നമ്മുടെ ഈ മുസ്ലിം തീവ്രവാദ സംഘടന, അതിൻ്റെ കൃത്യമായ ആളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയണം, ഇത് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇതിനകത്ത് നിന്നും അതിൻ്റെ പ്രൊമോഷൻ കൊടുക്കണം. ആ പ്രൊമോഷൻ്റെ ലാഭം വളരെ കൃത്യമായിട്ട് മേടിക്കുന്ന ആൾ തന്നെയാണ്. ഇതിനകത്ത് നമ്മൾ വളരെ ദീർഘമായിട്ട് പരിശോധിക്കുമ്പോൾ ഇവരുടെ പ്രതിപക്ഷ നേതാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. ദീർഘകാല അടിസ്ഥാനത്തിൽ കോൺഗ്രസ് കഴിഞ്ഞ 55 കൊല്ലം കൊണ്ടോ അല്ലെ 60 കൊല്ലം കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് അറിയാതെ മതേതര ജനാധിപത്യ പാർട്ടിയാണെന്നും ഒരുപക്ഷെ ഗോവധം നിരോധിച്ചതുകൊണ്ട് BJP അല്ലെങ്കിൽ ഹിന്ദു പാർട്ടിയാണെന്നും ഒക്കെ നിന്ന് പുറമേ വരുത്തി കുറിയും ഇട്ട് രുദ്രാക്ഷമാലയും ഇട്ട് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പുറകോട്ട് പരിശോധിക്കുമ്പോൾ ഇന്ദിരാഗാന്ധിയും ഈ രാജീവ് ഗാന്ധിയും ഒക്കെ ചെയ്യുമ്പോൾ അവർ ചെയ്തുകൊണ്ടിരുന്ന യഥാർത്ഥ പണി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഈ 2047 ഇന്ത്യ മഹാരാജ്യം മുസ്ലിം രാജ്യമാകണമെന്ന് പറഞ്ഞൊരു വർക്കിൻ്റെ അന്ന് തൊട്ടേ ഉള്ള ഫോളോ അപ്പേഴ്സ് അല്ലെങ്കിൽ അന്ന് തൊട്ടേയുള്ള ആൾക്കാരെന്ന് നമ്മൾ ആഴത്തിൽ ഇറങ്ങി പരിശോധിക്കുമ്പോൾ ഇവരെ മനസ്സിലാവും. അതിൻ്റെ വക്താക്കൾ തന്നെയാണ് ഈ ഖാർഗെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകനും ഒക്കെ. അയാൾ ആദ്യം തൊട്ടേ നിങ്ങൾ നോക്കിയാൽ മതി. ഇയാൾ ഇപ്പോഴല്ലേ ഇത് പറയുന്നത്. ഇയാൾക്കറിയാം ഒരിക്കലും RSSനെ നിരോധിക്കാൻ ഒക്കത്തില്ലെന്ന്. RSS 100 വർഷം തികഞ്ഞിരിക്കുകയാണ്. കാരണം പടർന്ന് പന്തലിച്ച് ആലിൻ്റെ സ്വഭാവമാണ് RSSന്. ആർക്കും അറിയത്തില്ല ആലിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല RSS എന്തുവാ. ആലെന്തുവാ? ആലെന്ന് പറഞ്ഞാൽ പുറമേ കാണുന്നതിൻ്റെ 16 ഇരട്ടി താഴെ ആലിൻ്റെ പേരറിയോ? ഈ ആല് നമ്മൾ പുറമേ കാണുമ്പോൾ തന്നെ എന്തു വലിപ്പമുണ്ട്, അതിൻ്റെ 16 ഇരട്ടിയാണ് ഇതിൻ്റെ വേരെന്നാണ് പറയുന്നത്. അതെന്ന് വെച്ചാൽ കാണാതെ നമ്മളിരിക്കുന്നത്. അതുപോലെ RSS 63 രാജ്യത്തുണ്ട്. RSS അറിയാം. ഇന്ത്യയിലല്ല RSS ഉള്ളു. ഈ വിഡ്ഢികൾ വിചാരിക്കുന്നതാണ് ഇന്ത്യയിൽ RSS. 63 രാജ്യത്തിൽ RSS ഉണ്ട്. ഒരു രാജ്യത്തിനും ഒരു പരാതിയില്ലല്ലോ. ഇവിടെ കർഷക സമരം കഴിഞ്ഞപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് കാനഡയിൽ എങ്ങനെയാണ് റോഡിൽ വണ്ടി കിടന്നത്? കാനഡയിൽ എങ്ങനെ റോഡിൽ വണ്ടി നിരന്ന് കിടന്നേ? അവിടെ കർഷകരെല്ലാം കൂടെ ഇറങ്ങി ഇരുന്നായിരുന്നല്ലോ. അതിനുശേഷം അമേരിക്കയിൽ ഈ ഇടയ്ക്ക് ഈ ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ എങ്ങനെ ഹിന്ദുക്കൾ സംഘടിച്ച് ഈ പറയുന്ന ബംഗ്ലാദേശി വിഷയം നടന്നപ്പോൾ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ വളരെ കൂടുതലായിട്ട് വന്നു. ഇപ്പം എന്താ പഴയതുപോലെ കൊല്ലാത്തെ? അവിടെ വളരെ സംഘടിതമായിട്ട് എങ്ങനെ അവിടുത്തെ ഹിന്ദുക്കൾ ഇറങ്ങി റോഡിൽ ഇറങ്ങിയത്?
ഇറങ്ങിയത്. അപ്പോൾ ഈ RSS ഒരു വലിയ പ്രസ്ഥാനം. അപ്പോൾ അതിനെ നിരോധിക്കാൻ നോക്കത്തില്ലെന്ന് ഇവന്മാർക്കറിയാം. ഇവന്മാർ ചുമ്മാതെ അതിൻ്റെ പുറത്ത്. പക്ഷേ ഞങ്ങൾ ഇതിനു വേണ്ടി നിൽക്കുന്നു, ഞങ്ങളിതിൻ്റെ വക്താക്കളാണ്. അപ്പം എതിർചേരി ഉണ്ടല്ലോ RSSനെ നിരോധിക്കാമെന്ന വ്യാമോഹത്തെ വളരെ കാലം കൊണ്ട് ഇതിൻ്റെ പുറകെ നടക്കുന്ന ഈ പറയുന്ന സുഡാപ്പി കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർ അവരുടെ കൂടെ ഇവർ നിൽക്കുക. RSS കേൾക്കുമ്പോൾ ഇവർക്കൊരു ഭയമാണോ? എന്താ ഭയത്തിന്റെ കാരണം? അല്ല, RSS ഇവർക്ക് ഭയമാണോ ഭയമല്ലയോ എന്ന് ചോദിച്ചാൽ ഇവർ കാണിക്കുന്നത് മൊത്തം ഭയമാണ്. കാരണം ഇവരുടെ അജണ്ട ഒരിക്കലും പാസ്സാവത്തില്ല. ഇപ്പോൾ ജെൻസി കലാപത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ജെൻസി കലാപം ഇന്ത്യ നടക്കാത്ത എന്താ? ഇതിനു മുമ്പ് 2014 മുമ്പ് പല കലാപങ്ങളും 6 മാസം 3 മാസം ഒക്കെ നടക്കും, സ്ഫോടനങ്ങളും അല്ലെങ്കിൽ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നല്ലോ. 2014 ശേഷം ഇവിടെ എന്താണ് ഇത് നടക്കാത്തത്? പല കലാപങ്ങളും ഇവിടെ വന്നല്ലോ. ഇവിടെ ഇനി നടക്കത്തില്ല തന്നെ. ഇതിൻ്റെ പുറകെ വേറെ ആരുമല്ല. ആകെ ഏറ്റവും അവസാനം നോക്കി ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും അവരുടെ എല്ലാ ശക്തിയും ജോർജ് സോറസിൻ്റെയും മറ്റു മറിച്ചവരുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് നോക്കിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2024 തെരഞ്ഞെടുപ്പ്. BJP 400 സീറ്റിൽ വരുമെന്ന് പറഞ്ഞിടത്ത് BJP പുറകോട്ട് പോയില്ലേ? പുറകോട്ട് നടന്നില്ലേ? BJPക്ക് അകത്ത് ആ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വളരെ കൃത്യമായിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രവർത്തനം ഉണ്ടെന്നും പല രാജ്യങ്ങളെയും പല ഇതിനെ അട്ടിമറിച്ചിട്ടുള്ളവർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കണ്ടിട്ട് RSS താഴെത്തട്ടിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ഇത് മൊത്തം അറിഞ്ഞത്. അല്ലെങ്കിൽ BJP ഈ പ്രാവശ്യം ഇവിടെ അധികാരത്തിൽ വരത്തില്ലായിരുന്നു. അവർ അറിയാമോ? രാഹുൽ ഗാന്ധി പറഞ്ഞ ഓർമ്മയുണ്ടോ? വരത്തില്ല. അതിനകത്ത് അയാൾക്ക് ആ രീതിയിലുള്ള വർക്കും ഉറപ്പും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതേ രീതിയിൽ താഴെ തട്ടിൽ ആഴത്തിലിറങ്ങി പ്രവർത്തിക്കുന്നതും വേരുള്ളതും അവർ വിചാരിച്ചാൽ സാധിക്കാവുന്നതുമായിട്ടുള്ള ഒരു ഇന്ത്യ മഹാരാജ്യത്തെ അവരിന്നിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ 100 കൊല്ലം കഴിഞ്ഞപ്പോൾ. അതുകൊണ്ട് ആ ജെൻസി നടക്കാത്തേ. അല്ലെങ്കിൽ മറ്റു പല കലാപമോ ഓപ്പറേറ്റ് ചെയ്താൽ അതിനപ്പുറം അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന കലാപത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനും അതിനെ ചെറുക്കുന്നതിനും വേണ്ടിയുള്ള ശക്തി തന്നെ ഇപ്പോൾ ഇവിടെ ആയി. 40%, 45% കഴിഞ്ഞ സർവേക്കകത്ത് കണ്ടത് BJP അനുകൂലമായിട്ടാണ് ചെറുപ്പക്കാർ നിൽക്കുന്നത്. നിങ്ങൾക്കറിയോ 2000 പേര് ഐ ലവ് മുഹമ്മദ് എന്നും പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പിൽ ഇറങ്ങിയ 10,000 പേര് അതിരിച്ച് പെരയ്ക്കകത്ത് കയറാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത് ലഡാക്കില്. തമാശയല്ല. എന്താ കലാപം നിന്ന് മഹാരാഷ്ട്രയിൽ അവിടെ വളരെ കാലം കൊണ്ട് ഓടിക്കൊണ്ടിരുന്ന ഈ ഇതുണ്ടല്ലോ, ഈ നമ്മുടെ ഈ പല ജാട്ട് അല്ലെങ്കിൽ അവിടെ അവിടുത്തെ കുത്തിയിരുന്നേ ഉള്ളൂ. അതിന് മുമ്പ് പിടിച്ചകത്ത് വെച്ചല്ലോ. എന്താ സാധിക്കുന്നത് ഇനി? സാർ, ഇവർ ഈ പറയുന്നത് RSS എന്ന് പറയുമ്പോൾ ഇവരെപ്പോഴും പറയുന്നത്, ഈ അടുത്ത സമയത്ത് ഞാനൊരു ഒരു ചാനൽ ചർച്ചയിൽ ഈ സാറ് നേരത്തെ പറഞ്ഞ കണ്ണാടി വെച്ച സ്ത്രീ അവര് ചോദിച്ച ഒരു ചോദ്യം, RSSനെ അങ്ങനെ നിരോധിച്ചിട്ടുണ്ടല്ലോ, ഗാന്ധിയെ വധിച്ചത് RSS അല്ലേ? RSSന്റെ ഗോഡ്സെ RSSകാരനല്ലേ? അപ്പോൾ ഹിന്ദു മഹാസഭയിലുള്ള ആളാണ് ഗോഡ്സെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ RSS അതിൽ പങ്കില്ല, അല്ലെങ്കിൽ അത് RSSന്റെ കൂടെയുള്ള സംഘടനയല്ലേ എന്ന് ചോദിച്ചപ്പോൾ എതിർഭാഗത്തിരിക്കുന്ന BJPയുടെ ആൾ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ മറ്റേ നമ്മുടെ ഈ കാട്ടുകളിലൊക്കെ ചെന്ന് കൊല്ലുന്ന ഒരു ടീംസ് ഉണ്ടല്ലോ, ഇപ്പോൾ അമിത്ഷാ നിർത്തലാക്കിയ ഒരു മാവോയിസ്റ്റുകൾ, അവര് CPMന്റെ ആളല്ലേ? അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ അടക്കം മാവോയിസ്റ്റുകളാണെന്ന് പറയേണ്ടി വരുമല്ലോ എന്നുള്ളത്. അപ്പൊ ഇവരെപ്പോഴും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് RSS ആണ് ഗാന്ധിയെ കൊന്നത്, RSS ആണ് ഗാന്ധിയെ കൊന്നത്. അതെന്താ സാർ? അത് അങ്ങനെ ഒരു നരേറ്റീവ് അവരുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും. ഇപ്പോഴും RSSന്റെ പുറത്തല്ലേ ബജരംഗദളിന്റെയും മറ്റല്ലെങ്കിൽ മറ്റു പല ഹിന്ദു സംഘടനകളുടെയൊക്കെ അജണ്ട. RSSന്റെ അജണ്ട കഴിഞ്ഞ ദിവസം പറയുന്നത് പോലെ ഇന്ത്യയിലുള്ളവർ മൊത്തം RSS 4 സൈസ് ഹിന്ദുക്കളുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ജയനന്ദകുമാർ ഇന്റർവ്യൂവിനകത്ത് ഇവിടെ നമ്മുടെ ചാനലിൽ വന്നിരുന്നില്ല. പറഞ്ഞാൽ ഇവിടെ ഇന്ത്യയിലുള്ളവർ മൊത്തം അവർ ഹിന്ദുക്കളായിട്ട് അവരെ അംഗീകരിച്ചേക്കുന്നത്. ഏറ്റവും അവസാനം അവർ മുസ്ലിങ്ങളെ ഹിന്ദുക്കളായിട്ടാണ് അവരെ പറഞ്ഞ് ഇതിനെ എതിർക്കുന്നവർ, അല്ലെ ഇതെന്താണെന്ന് അറിയാത്തവർ, അതിനുവേണ്ടി കച്ചവടം അവരും ഹിന്ദുക്കളാണ്. അപ്പോൾ RSSന്റെ അജണ്ട എന്ന് പറയുന്നത് ഇന്ത്യയെ അംഗീകരിക്കുന്ന എല്ലാവരെയും അവർ അംഗീകരിക്കും, ഹിന്ദുവായിട്ട് അംഗീകരിക്കും. അവർക്ക് ജാതിയില്ല, മതമില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞ ഒരു അജണ്ടയാണ്. അങ്ങനെ പോകുന്നതിനകത്ത് അങ്ങനെയല്ല, ഇതിങ്ങനെയാണ്. ഗാന്ധി മതത്തിന്റെ പുറയിലുള്ള കഥയറി ഇവർ പഠിപ്പിച്ച കഥയല്ലേ. ഗോഡ്സെ ഗാന്ധിയെ കൊന്നു. ഗോഡ്സെ ഗാന്ധിയെ വെടിവെച്ച കാര്യം അറിയത്തില്ല. ഗോഡ്സെക്ക് തോക്കെടുത്ത ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? അന്ന് ഈ പറയുന്നത് പോലെ ഇതിന്റെ പുറകെ നിന്ന് 3 ചെറുപ്പക്കാരുണ്ടായിരുന്നു. 3 ചെറുപ്പക്കാരെ ഇതുവരെ പിടിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിൻ്റെ പുറകെ വലിയ നിഗൂഢമായ കഥയുണ്ട്. ഏറ്റവും അവസാനം നെഹ്റു ആയി ജയിച്ചെന്ന് വരെ വ്യക്തതയില്ലാത്ത കാര്യം, അല്ലെങ്കിൽ ഓരോ തെളിവുകൾ ചോദിച്ചാൽ മറുപടി പറയാത്ത രീതിയിലേക്കുണ്ട്. ആർക്ക് കൊല്ലണമായിരുന്നു? ഗോഡ്സെക്ക് കൊല്ലണം. ഗോഡ്സെക്ക് അയാൾ അതിനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തിന് ഗാന്ധിയെ കൊന്നെന്ന് അയാൾ കോടതി വ്യക്തമായിട്ട് അയാൾ അല്ലെങ്കിൽ തൂക്കുമരം ഉദ്ദേശിച്ച് തന്നെ ചെയ്തത്, അല്ലാതെ രഹസ്യമായിട്ടൊന്നും അല്ല ചെയ്തത്. മനസ്സിലായില്ലേ? എന്തിന് ഞാൻ ഗാന്ധിയെ കൊന്നു അയാൾ വ്യക്തത വരുത്തി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഗാന്ധി ചെയ്തുകൊണ്ടിരുന്നത് അത് അയാൾ വ്യക്തത വരുത്തി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഒരാളെ ഇവിടെ വേണ്ട.
അല്ലെങ്കിൽ ഈ ഞാനിപ്പോൾ ഇച്ചിരി മുമ്പേ പറഞ്ഞ കാര്യമൊക്കെ ഗാന്ധിജി കുറച്ച് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ അജണ്ട അതൊക്കെയായിരുന്നു. ഗാന്ധിജിയുടെ കണ്ണീന്ന് കണ്ണുനീരൊന്നും ഹിന്ദുക്കൾ മരിച്ച ഈ പറയുന്നത് പോലെ വന്നിട്ടില്ലായിരുന്നു, അറിയാമോ? അതുപോലെ പാകിസ്ഥാന് കൊടുക്കാനുള്ള പൈസ, അന്ന് വിഭജന കാലത്ത് കൊടുക്കാനുള്ള പൈസ പിടിച്ചു വെച്ചിരുന്നത് സത്യാഗ്രഹം കിടന്ന് കൊടുപ്പിച്ച ആളാ. ആരാ? ഈ ഗാന്ധി. അറിയാം, 66 കോടി അന്നത്തെ കാലത്ത്. ആരെ? അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്ന RSSനെ നിരോധിച്ച ആളുണ്ടല്ലോ, ഉരുക്കു മനുഷ്യൻ, സർവാർ വല്ലഭായ് കൊടുക്കത്തില്ലായിരുന്നു. ഇയാൾ പോയി സത്യാഗ്രഹം കിടന്നത് കൊടുപ്പിച്ചത്. അപ്പം അതിനകത്ത് പുള്ളിക്കല്ലേ അജണ്ടകളൊക്കെ ഉണ്ട്. അന്നും ഇപ്പം ഈ രാഹുൽ ഗാന്ധി പാകിസ്ഥാനെ സ്നേഹിക്കുന്നതും വിമാനം പാകിസ്ഥാന്റെ വീണില്ലെന്ന് പറയുന്നതും നമ്മുടെ വീണെന്ന് പറയുന്നത് പോലൊക്കെ ഈ ഉടുപ്പിടാത്ത മനുഷ്യൻ ഇൻഡയറക്റ്റ് ആയിട്ട് പല തെറ്റിദ്ധാരണജനകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഈ അവ്യക്തതയുണ്ട്. 1947 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വളരെ കാലം മുമ്പേ സ്വാതന്ത്ര്യം കൊടുക്കാമെന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞതായിട്ടൊരു കഥയുണ്ട്. അതൊക്കെ വായിച്ചിട്ടുണ്ടോ തന്നെയാണ്? അദ്ദേഹം പറഞ്ഞു അവിടെ നിന്നില്ല ഞാൻ പറയുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞതാ. അപ്പോൾ എല്ലാത്തിനും ഒരു അജണ്ട ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഉരുക്കു മനുഷ്യന് 25 വോട്ട് കിട്ടിയപ്പോൾ 4 വോട്ട് കിട്ടിയ നെഹ്റുവിനെ എന്തിനാ പിടിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കിയത്? അന്നേ ജനാധിപത്യത്തെ അട്ടിമറിച്ചതിന് കൂട്ടുന്ന ആളല്ലേ ഗാന്ധി. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന പോലെ ഈ പറയുന്ന പ്രിയങ്ക ഖാർഗെ എന്ന് പറയുന്നവൻ്റെ പുറകിൽ അവൻ്റെ അച്ഛൻ ഒരു പ്രാവശ്യം ലോകസഭയിൽ ഇപ്പോഴത്തെ ഖാർഗെ ഉണ്ടല്ലോ, നമ്മൾ ഈ എടുപ്പൂതിരെ കൊണ്ടു നടക്കുന്ന പോലെ കോൺഗ്രസ് കൊണ്ട് നടക്കുന്ന ഒരു പ്രയോജനമില്ല. കോൺഗ്രസിൻ്റെ ACCയുടെ പ്രസിഡന്റോ ഇതാണ്ട് നിൽക്കുന്നത് എന്തെങ്കിലും ഡോളായ കൊണ്ടോ? ഇയാൾക്ക് എത്ര കോടി രൂപയുടെ ആസ്തിയുണ്ട്? 20,000 കോടി രൂപയുടെ ആസ്തി. ഇയാൾ ഒരു പ്രാവശ്യം പാർലമെന്റിൽ എണീറ്റ് എന്ന് ചോദിച്ചു, ഞങ്ങൾ ഈ പട്ടികജാതിക്കാർക്ക് എന്തോ ഉണ്ട്, പട്ടികജാതിക്കാരെ ഇങ്ങനെ ഇട്ടാൽ മതിയോ, ഭൂമിയുണ്ടോ? അന്നേരം എനിക്കൊന്ന് മോദിയാണോ അല്ലെങ്കിൽ അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ആൾ എണീറ്റ് എന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് ചോദിക്കാൻ എന്തോ ഒരു അധികാരം? മലയാളത്തിലല്ല ഹിന്ദിയിലായി വെച്ച്. എന്നിട്ട് അതിൻ്റെ ലിസ്റ്റ് അങ്ങോട്ട് എടുത്തു കൊടുത്തു. ഇന്ത്യയിലല്ല, ലോകത്ത് എവിടൊക്കെ ഈ പറയുന്ന മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് വസ്തു ഉണ്ടെന്ന് ഏതാണ്ട് അന്നത്തെ കണക്കനുസരിച്ച് മാത്രം 20,000 കോടി രൂപയുടെ ആസ്തിയുള്ളവനാണ് ഈ പട്ടികജാതി വെച്ചേക്കുന്ന പട്ടികജാതിക്കാരൻ. അല്ലെങ്കിൽ ഈ പൈസ എവിടെ നിന്നുണ്ടായത് തന്നെ? ഇയാടെ ഇത് കുടുംബസ്വത്തായിരുന്നു. അപ്പൂപ്പൻ്റെ മുത്തുപട്ടരായിരുന്നു ഇയാടെ. ഒന്നും അല്ലല്ലോ, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പാരമ്പര്യമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ പണി, ഇന്ത്യ വിൽക്കുന്ന പണി, ഇന്ത്യ ഇല്ലായ്മ ചെയ്യുന്ന പണി, ഇന്ത്യ ഒറ്റ കൊടുക്കുന്ന പണി അന്നും ചെയ്തിട്ടുണ്ട്. അത് മോനിപ്പോൾ ചെയ്യുന്നു, അല്ലാതെ വേറെ ഈ പ്രിയങ്ക ഖാർഗെയ്ക്ക് അറിയാം, ഈ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് അറിയാം, എല്ലാവർക്കും അറിയാം RSSനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിരോധിക്കാനൊക്കത്തില്ല. പല ഘട്ടങ്ങളിൽ നോക്കിയിട്ടുള്ളതാണ്. അതൊക്കെ നിരോധിക്കേണ്ട അവസ്ഥയില്ലാത്തതാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ RSS ഈ പറയുന്ന പോലെ രാജ്യത്തിനകത്ത് കുഴപ്പമുണ്ടാക്കുന്ന സംഘടനയല്ല, രാജ്യത്തിന് വേണ്ടിയുള്ള സംഘടനയാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന എതിർത്തെങ്കിലും അംഗീകാരം കിട്ടാൻ, വോട്ട് കിട്ടാൻ, അല്ലെങ്കിൽ ചിലരെ സ്വാധീനിക്കാൻ, തെറ്റിദ്ധരിപ്പിക്കാൻ ഈ പറയുന്ന നെഹ്റു ചെയ്തിട്ടുണ്ട്, ഇന്ദിരാഗാന്ധി ചെയ്തിട്ടുണ്ട്, പലരും പലവട്ടം ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിൽക്കുന്ന സിദ്ധരാമയ്യുണ്ട്. നിരീശ്വരവാദിയൊക്കെ, അല്ലെങ്കിൽ അവിടെ മുസ്ലിം പ്രീണനത്തിന് വേണ്ടി നിൽക്കുന്നു, അവിടുത്തെ ഈ ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ നിൽക്കുന്ന ആളാണ്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് DK ശിവകുമാർ. കാരണം ഇത് കണ്ടമാനം ഫണ്ടുണ്ടെന്ന് ഇതിനൊക്കെ. നമ്മളീ പറയുന്ന ഇപ്പം തന്നെ അവിടോട്ട് കുത്തിയിരുന്ന് മൈക്കിൻ്റെ മുമ്പിലിരുന്ന് 4 കാര്യം പറഞ്ഞത്, അന്യെ അത്യാവശ്യം ആളറിയാമെങ്കിൽ വൈകിട്ട് മാസം 3-4 ലക്ഷം രൂപ വീതം വീട്ടിൽ കൊണ്ടുതരുന്നത്. അന്യെ വിചാരിക്കും എനിക്ക് ഇന്ത്യയോട് സ്നേഹം കൊണ്ട് ഇന്ത്യയിലൊക്കെ പറയാം, നമുക്ക് മനസ്സിലായില്ലേ? ഇതൊക്കെ അതിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ അതിൻ്റെ കാര്യങ്ങളല്ല. RSSനെ നിരോധിക്കാൻ ഒക്കുമെന്ന് ഒക്കത്തില്ലെന്ന് ഇയാൾക്കറിയാം, ഇയാളുടെ അച്ഛനും അറിയാം, അല്ലെങ്കിൽ അപ്പൂപ്പനും അറിയാം, എല്ലാവർക്കും അറിയാം. മനസ്സിലായില്ലേ? കാരണം ഒരു മെമ്പർഷിപ്പ് എത്തില്ലാത്ത സംഘടന, രജിസ്ട്രേഷൻ ഇല്ലാത്ത സംഘടന, നിങ്ങൾ പ്രവർത്തിക്കുന്ന മറുപടി പറയാത്ത സംഘടന. സത്യമുണ്ട്. RSSനെ ചീത്ത പറഞ്ഞു തന്നെ കുത്തിയിരുന്നു, ഞാൻ ചീത്ത പറഞ്ഞു, മറുപടി പറയത്തില്ലല്ലോ. അവരുടെ കാര്യങ്ങൾ അവർ പറയും, വേറൊരാൾക്ക് മറുപടി പറയുന്നത് നിങ്ങൾ കണ്ടുണ്ടോ? RSS മറുപടി പറയുന്നത് അവർക്ക് പ്രവർത്തനമേ ഉള്ളൂ. അങ്ങനെ കർമ്മം ചെയ്യുന്ന നിയമം. അതിന് ഉദാഹരണം RSS എന്താണെന്ന് നമുക്ക് സാധാരണക്കാരന് മനസ്സിലാക്കണമെങ്കിൽ മോദിയെ നോക്കിയാൽ മതി. എന്നുവെച്ചാൽ കർമ്മമാണ്. കർമ്മം ചെയ്യുന്നതിന് എന്ത് ചെയ്യണം? ജോലി ധന്യെ ഏൽപ്പിച്ചേക്കുന്ന ജോലി ധന്യ കൃത്യമായിട്ട് അങ്ങോട്ട് ചെയ്താൽ എന്തോ ചെയ്യാനൊക്കും? ധന്യ എന്തോ ചെയ്യാനൊക്കും? ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. എന്നുവെച്ചാൽ ആ ജോലിയിൽ അർപ്പിച്ച് ആ ജോലി ചെയ്ത് എന്ത് ചെയ്യാനൊക്കും? തോപ്പിക്കാനൊക്കത്തില്ല. അതാ നരേന്ദ്രമോദി തോപ്പിക്കാനൊക്കെ. അതല്ലേ? മനസ്സിലായില്ല? അയാളുടെ ജോലിയാണ്, അയാൾ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിക്കകത്ത് ഒരു ഇത് ഇല്ലാതെ സത്യസന്ധമായത് വിട്ടുവീഴ്ച ഇല്ലാതെ ചെയ്തുകൊണ്ട് ഒരു കളങ്കവും ഇല്ല. അങ്ങനെ RSS പണി ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർക്കൊന്നും തോപ്പിക്കാനും നോക്കത്തില്ല. പിന്നെ ഇങ്ങനെ പറഞ്ഞാൽ വല്ലതും കിട്ടും. അതിന് വേണ്ടിയുള്ള പണി അത്രേ ഉള്ളൂ.